CPM-ന്റെ സൈബർ ഹാൻഡിലുകളെല്ലാം പറയുന്നത് എന്താണ്? പിണറായി വിജയനെ പടിയിറക്കി വിട്ടവർ, അല്ലെങ്കിൽ നാളെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ പിണറായി വിജയൻ സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിലെത്തും, 100-ലധികം സീറ്റുമായി അധികാരത്തിലെത്തും. കാര്യം അത്രത്തോളം ഈ മനുഷ്യനെ, അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഇമേജ് കൊടുത്തിട്ട് ഈ മനുഷ്യനെ കേരളം മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ദുരന്ത സമയത്ത് പിണറായി വിജയൻ വേണമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സൈബറിടത്ത് ഒരുപാട് കാർഡുകൾ, പോസ്റ്റുകളൊക്കെ കാണാറുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം മറ്റൊരു പോസ്റ്റ് കണ്ടു. ആടിനെ വിൽക്കാൻ ആമിനത്താത്തമാരില്ല, കുടുക്ക പൊട്ടിക്കാൻ ചിന്നുമാരില്ല, സൈക്കിൾ വാങ്ങാൻ വെച്ച കാശ് കൊടുക്കാൻ അനുപ്രിയ തമിഴ് കുളന്തകളില്ല, ഒരു മാസത്തെ ശമ്പളം കൊടുക്കാൻ MLA-മാരില്ല, MP-മാരില്ല, യൂസഫ് അലിയില്ല, രവി പിള്ളയില്ല, ആസാദ് മൂപ്പനില്ല, സതീശൻ അല്ലാതെ മറ്റാരെന്ന ഫ്ലെക്സുകളില്ല, സതീശൻ പുഴയിൽ നിന്ന് കേരളവുമായി പൊന്തുന്ന കാരിക്കേച്ചറുകളില്ല. എല്ലാം ശാന്തമാണ്. VD സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ സിസ്റ്റം അതാണ്. ഒരു വശത്ത് മുഖ്യമന്ത്രിക്ക് വേണ്ടി, മുൻ മുഖ്യമന്ത്രിയെ തിരികെ വേണമെന്ന ആവശ്യത്തിന് വേണ്ടി CPM സൈബർ ഹാൻഡിലുകളിൽ നിരന്തരമായി അവർ പോസ്റ്റ് ഇടുന്നു. മറുവശത്ത് ഇതിപ്പോ ഏതെങ്കിലും ഒരു കോൺഗ്രസ് അനുഭാവി ആയിരിക്കണം, അല്ലെങ്കിൽ സതീശനോട് താല്പര്യമുള്ള ഒരാളായിരിക്കണം ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നു. നമ്മൾ ചിന്തിച്ചാൽ ഒരു പരിധിവരെ ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ്. കഴിഞ്ഞ പ്രളയ സമയത്ത്, അല്ലെങ്കിൽ ഇതിനു മുൻപുണ്ടായ 2018-ലെ പ്രളയ സമയത്ത് നമ്മൾ കണ്ടത് പല ആളുകൾ, കുട്ടികളടക്കം കുടുക്ക പൊട്ടിച്ച് പൈസ നൽകുന്ന, എല്ലാ കാര്യത്തിനും എല്ലാവരും, സാധാരണക്കാരായ ആളുകൾ പോലും പണം നൽകുന്ന MLA-മാരും MP-മാരും ഒക്കെ അവരുടെ ശമ്പളം നൽകി കേരളത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ സമയത്ത്, അല്ലെങ്കിൽ രണ്ടാമതൊരു ദുരന്തം, 2026-ലെ ദുരന്ത സമയത്ത് നമ്മൾ ഇതൊന്നും കണ്ടിട്ടില്ല. ആരും കുടുക്ക പൊട്ടിച്ച് പൈസ നൽകുന്നത് കണ്ടിട്ടില്ല. ഒരു MP-മാരോ MLA-മാരോ തന്റെ ശമ്പളം, അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കുന്നത് നമ്മൾ കാണുന്നില്ല. ഇത്തരത്തിലൊന്നും തന്നെ കാണുന്നില്ല. ആരോപണങ്ങൾ മാത്രമാണ്. ഞാൻ മനസ്സിലാക്കുന്ന ആരോപണങ്ങളും വിമർശനങ്ങളും മാത്രമാണ്. ആവശ്യത്തിലധികം, അല്ലെങ്കിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും ആരോപണങ്ങളും വിമർശനങ്ങളും മാത്രമാണ് ഇപ്പോൾ നിലനിന്ന് പോകുന്നത്. മറുവശത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2018, അല്ലെങ്കിൽ 2018 26 ആകുമ്പോൾ, 2018 നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല കേരളം ഇതുപോലെ ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ ഒരു പ്രളയത്തിലേക്ക് കേരളം എത്തുമെന്ന് നമ്മൾ ചിന്തിക്കാത്ത ഒരു സമയം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്രയും ആളുകളൊക്കെ സഹായിച്ചത്. ഇപ്പൊ 2026 ആകുമ്പോൾ ഏകദേശ കാര്യങ്ങൾ എന്താണ് എന്നൊരു ഐഡിയ ജനങ്ങൾക്കുള്ളത് കൊണ്ടും ഒരു ചെറിയ മാറ്റമുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ മറുവശത്ത് 2018-ലെ സഖാക്കൾ ചിന്തിച്ച്, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിണറായി വിജയൻ എന്ന വ്യക്തി, അല്ലെങ്കിൽ അന്നത്തെ മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് വിചാരിച്ചത് കൊണ്ടല്ല ഇത്രയും നന്നായി കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അല്ലെങ്കിൽ CPM-ന്റെയോ അന്നത്തെ സർക്കാരിന്റെയോ കഴിവല്ല. ഇപ്പൊ 2026-ലെ പ്രളയവും അല്ലെങ്കിൽ ദുരന്തവും നന്നായി സർക്കാർ കടന്ന്, അല്ലെങ്കിൽ അതും നന്നായി കേരളം ഒരുമയോടുകൂടി നേരിടുകയാണെങ്കിൽ അത് ആ സർക്കാരിന്റെ മാത്രം വിജയമല്ല, കേരളം ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ വിമർശനങ്ങൾ ഉന്നയിക്കേണ്ട സമയമല്ല, ആരോപണങ്ങൾ ഉന്നയിക്കേണ്ട സമയമല്ല. എന്തെങ്കിലുമൊക്കെ പിഴവുകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടാം എന്നതിനപ്പുറത്തേക്ക് അനാവശ്യമായി, ഇന്ന് PC വിശ്വനാഥ് തന്നെ പറഞ്ഞു, ആരോപണങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞ മറുപടി, സ്വയം തരം താഴുന്ന രീതിയിലേക്ക് പോകരുത് എന്നാണ് CPM-കാർ. കാര്യം അനാവശ്യമായിട്ടുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷമാകുമ്പോൾ വിമർശനങ്ങൾ ഉന്നയിക്കണം, ആവശ്യത്തിനുള്ള കാര്യങ്ങൾ പറയണം എന്നൊക്കെ ഉള്ള അഭിപ്രായം എനിക്കുണ്ട്. പക്ഷെ അത് പറയേണ്ട സാഹചര്യമാണോ എന്ന് ചിന്തിക്കണം. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇട്ട്, അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രി, നിലവിലെ പ്രതിപക്ഷ നേതാവും എങ്ങനെയാണ് പ്രതിപക്ഷത്ത് പോയതെന്ന് സാധാരണക്കാരായ ജനങ്ങൾക്കറിയാം. അല്ലെങ്കിൽ അവർ രണ്ടാമത് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നത് കുറെ ദുരന്തങ്ങൾ അനുഭവിച്ചതുണ്ട്. 2018-ലുണ്ടായ പ്രളയം, 2019-ലുണ്ടായ കോവിഡ്, ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് തുടർഭരണം കിട്ടുന്നത്. അപ്പോൾ അതെല്ലാം ആലോചിക്കണം. എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇദ്ദേഹത്തെ, അല്ലെങ്കിൽ ആ സർക്കാരിനെ പുറത്തിറക്കി പുതിയ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് മുൻപ് ഇത്തരം കാര്യങ്ങളെല്ലാം ചിന്തിക്കുക തന്നെ വേണം. ഒരു വശത്ത് സിസ്റ്റം വളരെ പവർഫുൾ ആണ്, സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ കയ്യിൽ സിസ്റ്റം വളരെ പവർഫുൾ ആണ്. ഒരുപാട് കാര്യങ്ങൾ, പ്ലസ് പോയിന്റുകളും അല്ലെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. പല വിഷയങ്ങളിലും സതീശൻ ഉരുണ്ട് കളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉരുണ്ട് കളിക്കുന്നു എന്ന് പറയും പോലും പല വിഷയങ്ങളും പേപ്പർ നോക്കി വായിക്കുകയല്ല, പഠിച്ച് വ്യക്തമായി തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുന്നത്. അതൊക്കെ അദ്ദേഹത്തിന്റെ പോസിറ്റീവ് ആണെന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ ഒരു വേദിയിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായി, പല ആളുകളെയും അല്ലെങ്കിൽ പല ഉദ്യോഗസ്ഥരെയും സ്ഥലം മാറ്റുമെന്ന്. അതും സതീശന്റെ സിസ്റ്റത്തിൽ വരുന്നതായിരിക്കും. സതീശനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ആദ്യം പറഞ്ഞ സംഭവങ്ങൾ നോക്കാം. ഈ പ്രളയത്തിന്റെ ഭീതി സഹായിക്കുന്നവര്, സത്യം പറയുകയാണെങ്കിൽ ഇതുവരെ ആരും ഒരു സഹായവും നൽകിയതായിട്ട് കണ്ടിട്ടില്ല. കാരണം 2018-ന് സമാനമായ അല്ലെങ്കിലും അതിന് അത്രയ്ക്ക് ഭീകരമല്ലെങ്കിലും കുറച്ച് കാര്യമായ പ്രളയം തന്നെയാണ് ഉണ്ടായത്. ഒരുപാട് പേർക്ക് ദുരിതം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഒരാളുടെയും സഹായം നൽകുന്നതോ ഒരു കാര്യവും കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് അന്ന് പിന്നെ ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളമൊക്കെ ഇതിനു വേണ്ടിയിട്ട് മാറ്റി ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റുന്നുണ്ടായിരുന്നു. പിന്നെ മറ്റ് MP-മാര്, MLA-മാര്, അങ്ങനെയുള്ള എല്ലാവരുടെയും ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ കുടുക്ക പൊട്ടിക്കുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതൊന്നുമില്ല, ഇതൊന്നും കാണാനില്ല, കേൾക്കാനില്ല, ഒന്നുമില്ല. പക്ഷെ സതീശൻ എതിരെ സംസാരിക്കാൻ, അല്ലെങ്കിൽ സതീശനെതിരെ വാളോങ്ങാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അവിടെ എന്തൊക്കെ
ഇതായത് ദുരന്തം നടന്ന് അല്ലെങ്കിൽ പ്രളയം ഉണ്ടായി ആദ്യ ദിവസം തന്നെ ദുരിതാശ്വാസ ക്യാമ്പിൽ സാധനങ്ങൾ എത്തിയില്ല എന്ന് പറഞ്ഞിട്ട് പാർട്ടി ആദ്യ ആക്രമിക്കുക. ദിവസമല്ല, ആദ്യ ക്യാമ്പിലേക്ക് മണിക്കൂർ ജനങ്ങൾ എത്തിയ ആദ്യ എത്തുന്നത് മണിക്കൂറിൽ. ആദ്യ മണിക്കൂറുകൾ ഓക്കെ ആദ്യ മണിക്കൂറുകളിനുള്ളിൽ തന്നെ സാധനങ്ങൾ എത്തിയില്ല എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങൾക്ക് നേരെ വൈറ്റ് കൊടുക്കുന്നു. എന്നിട്ട് സതീശനെതിരെ സർക്കാരിന്റെ സിസ്റ്റം ശരിയായിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരു അതും പാർട്ടി എടുത്ത് പറയാണ്. പാർട്ടി പ്രവർത്തകർ പറയിക്കുന്ന രീതിയിലൊക്കെയാണ് കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ശരിക്കും അതായിരുന്നു അന്ന് വേണ്ടത് എന്നുള്ളത്. മുമ്പൊരിക്കൽ പ്രളയം ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെയാണോ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം നമ്മളൊന്ന് അന്നത്തെ ഓർക്കേണ്ടത്. പ്രതിപക്ഷം ഇതേ നിലപാടാണ് അടുത്തൊന്നും കൊണ്ട് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണ് കാരണം? ഇവിടെ ഇപ്പോ ഈ LDF തോറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 2-3 മാസം ആവുന്നേ ഉള്ളൂ. ആ 3 മാസത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ഇമേജ് താഴ്ന്നു പോയ ഒരാളാണ് പിണറായി വിജയൻ എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ ഈ അത്രയ്ക്ക് പ്രതിപക്ഷ നേതാവ് ഇരുന്നപ്പോൾ നിയമസഭയിൽ പോലും ഒന്നും മിണ്ടാനാവാതെ ഇരിക്കുന്ന അത് എന്താണ് നമ്മൾ കണ്ടതാണ് ആ വീഡിയോ ഒക്കെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. അത് മാത്രമല്ല തോൽവിക്ക് കാരണം പിണറായി വിജയന്റെയും ഗോവിന്ദന്റെയും ധാർഷ്ട്യമാണ് എന്നുള്ളത് പാർട്ടിക്കാർ തന്നെ പറയാൻ തുടങ്ങിയിരിക്കുന്നു. നേതാക്കൾ തന്നെ പറയാൻ തുടങ്ങിയിരിക്കുന്നു. കേന്ദ്ര കമ്മിറ്റി പോലും പറയുന്നു. ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന ഒരവസ്ഥയിൽ പിണറായി വിജയന്റെ ഇമേജ് വളരെയേറെ താഴ്ന്നു പോയിരിക്കുന്നു. അത് റീബിൽഡ് ചെയ്യാനുള്ള ഒരു ശ്രമം കൂടി ഇതിന്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം പഴയ പ്രളയത്തിൽ എന്താണ് കേരളത്തെ പൊക്കിപ്പിടിച്ച് പുഴയിൽ നിന്ന് കയറി വരുന്ന കാരിക്കേച്ചറൊക്കെ ഉണ്ടാക്കി അതിനെക്കുറിച്ച് ഇയാൾ തിരിച്ചു വരേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ? അങ്ങനെയുള്ള ഒരു കുറെ ചോദ്യങ്ങളൊക്കെ ഒരിക്കലും സോഷ്യൽ മീഡിയ ചർച്ച രാഷ്ട്രീയമായി ദുരന്തത്തെ ഉപയോഗിക്കാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി, അതിപ്പോ CPM ആയാലും CPI ആയാലും UDF ആയാലും കോൺഗ്രസ് ആയാലും ചെയ്യുന്നത് ശരിയല്ല. അല്ല, അത് എന്നാലും ഇങ്ങനെയാണ് ചർച്ച വരുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ഈ ഒരു അവസരം കൊണ്ട് ഈ ഒരു പിന്നെ ആരോപണങ്ങൾ കൊണ്ട് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നതിലൂടെ എന്താണെന്ന് വെച്ചാൽ കുറച്ചൊന്ന് വീണ്ടും ഇത്രയും താഴ്ന്നു പോയ ഒരു ലെവലിൽ നിന്ന് കുറച്ച് പൊങ്ങി വരാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. എന്തായാലും ഇങ്ങനെയൊക്കെ കുറെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളുടെ ഉള്ളിലേക്ക് എന്തായാലും ഒരു പമ്പ് ചെയ്യപ്പെടും എന്നുള്ളതിൽ ഒരു സംശയമില്ല. പിണറായി അന്ന് നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നു, അല്ലെങ്കിൽ അന്നായിരുന്നു നല്ലത് എന്നൊക്കെ. അതൊക്കെ കുറെ കാലം കഴിഞ്ഞ് ആൾക്കാർ മറന്നത് പിന്നെ ഒന്ന് കുറച്ച് കാര്യങ്ങൾ പറയായിരിക്കും. ഇന്ന് അങ്ങനെയല്ല ചെയ്തത്, ഇന്ന് ഇത് സതീശൻ അതുപോലെ ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് ഉണ്ടായെന്നുള്ളതൊന്നും വളരെ കൃത്യമായിട്ടല്ല പറയുന്നത്. ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് പരാതി പറയാനും ഇതിന് തയ്യാറായി നിൽക്കുകയാണ്. പരാതി പറയാൻ വേണ്ടിയിട്ട് മയക്കും കൊണ്ട് ചെല്ലുമ്പം മാധ്യമ പ്രവർത്തകരോട് മയക്കും കൊണ്ട് ചെല്ലുമ്പോഴേക്ക് തന്നെ സതീശനെ കുറ്റം പറയാൻ വേണ്ടി പറയുന്ന ഒരു രീതിയൊക്കെ കണ്ടിട്ടുണ്ട്. എന്തായാലും അതൊക്കെ ഒരു ഭാഗത്തോടി നടക്കുന്നുണ്ട്. അതിന്റെ കൂടെ സതീശന്റെ വേറൊരു സംഭവങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പറഞ്ഞത് സതീശൻ അധികാരത്തിൽ എത്തിയിട്ട് ചില കാര്യങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണെന്നുള്ളത്. ഇങ്ങനെ ആരോപണങ്ങളിലൊന്നും വീഴാനും അങ്ങനെ അധികമൊന്നും മാറ്റം വരുത്താനൊന്നും സതീശൻ തയ്യാറല്ല എന്നുള്ളത് ഈ 2-3 മാസം കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലായതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം കേട്ടു എന്ന് പറഞ്ഞത് ഉദ്യോഗസ്ഥരുടെ കാര്യം പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥർ സ്ഥലം മാറ്റം ഒക്കെ ഉണ്ടാവും, അത് ഉറപ്പാണ് എന്നുള്ള ഒരു രീതിയാണ് പറഞ്ഞത്. സർക്കാർ മാറി വരുമ്പോൾ സ്ഥലം മാറ്റം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാര്യം CPM-നും LDF-നും സപ്പോർട്ടായി നിന്ന ഉദ്യോഗസ്ഥരുണ്ടല്ലോ. ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ തന്നെ പാർട്ടിയുള്ള ആളുകളുണ്ട്. അപ്പോൾ അന്നത്തെ കഴിഞ്ഞ സർക്കാരിന് അനുകൂലമായി നിന്നവർക്കെതിരെ നിലപാടെടുക്കും. പക്ഷെ നിലപാടെടുക്കും, സ്ഥലം മാറ്റം ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ബുദ്ധിമുട്ടിക്കിൽ. സ്ഥലം മാറ്റമൊക്കെ ഉണ്ടാകും, എന്നാൽ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പറയാൻ കാരണം സെക്രട്ടേറിയറ്റിലെ ഒരു ഓഫീസ് സംഘടനയുടെ ഒരു നോട്ടീസ് ആധാരമാക്കി കണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത്രയും കാലം സ്തുതിപാഠകരായി നടന്ന് പിന്നെ എന്താണ് കാരണഭൂതൻ തിരുവാതിരക്കളിയൊക്കെ നടത്തിയ ആൾക്കാരാണ്. ഇപ്പോ 1 മാസം കൊണ്ട് അല്ലെങ്കിൽ 2 മാസം കൊണ്ട് സർക്കാർ എല്ലാ കാര്യങ്ങളും തീർപ്പാക്കണം എന്നുള്ള രീതിയിൽ സമരത്തിന് ഒരുങ്ങുന്നത്. 10 വർഷം 2 മാസം കൊണ്ട് അധികാരത്തിലെത്തിയ സർക്കാർ സമരം ചെയ്യാൻ പോകുന്നു എന്ന് പോകുന്നത്. അതാണ് ഈ ഇത് പറയാനുണ്ടായിരുന്ന ഒരു ആധാരം എന്ന് പറയുന്നത്. കാരണം അത് മാത്രമല്ല, ഇവര് എന്തായിരുന്നു ഇത്രയും കാലം ചെയ്തിരുന്നത് എന്ന് ഓർക്കണം കൂടി പിന്നെ സതീശൻ എടുത്ത് പറയുന്നുണ്ട്. എനിക്കൊന്നും സതീശൻ അങ്ങനെ അറ്റാക്ക് ആയിട്ട് പറയാറില്ല സാധാരണ ഉദ്യോഗസ്ഥർക്കെതിരെ. പക്ഷെ ഇത് പെട്ടെന്ന് വളരെയേറെ എടുത്തു പറഞ്ഞു. കാരണം തിരുവാതിര കളിച്ചതിനെ കുറിച്ചും കാരണഭൂതൻ എന്നുള്ള പാട്ടുണ്ടാക്കിയതിനെ കുറിച്ചും സ്തുതിപാഠകരായതിനെ കുറിച്ചും ഒക്കെ എടുത്തു പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതിനു മുൻപ് തന്നെ സംസാരിക്കുമ്പോൾ, അധികാരത്തിലെത്തുന്നതിന് മുൻപ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ സതീശൻ പറഞ്ഞിരുന്നു, ഭരണം മാറി വരികയാണ് എങ്കിൽ സ്ഥലം മാറ്റം ഉണ്ടാകും. ഈ കാണിക്കുന്ന അല്ലെങ്കിൽ LDF-ന് അനുകൂലമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കൊക്കെ പണി കൊടുക്കും എന്നുള്ള രീതിയിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെ ചിലപ്പോൾ എല്ലാ ആളുകളും മറന്നുപോകും അധികാരം കിട്ടുമ്പോൾ. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കില്ല, അതുകൊണ്ട് തന്നെ സ്ഥലം മാറ്റം ഉണ്ടാകും. വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ലെങ്കിലും സ്ഥലം മാറ്റം ഉണ്ടാകും. സ്വാഭാവികമായും സ്ഥലം മാറ്റും, അത് സ്വാഭാവിക നടപടിയാണ്. ഏത് സർക്കാർ മാറി വന്നാലും അവർക്ക് താല്പര്യമുള്ളവരെ കൊണ്ടുവരികയും താല്പര്യമില്ലാത്ത ആളുകളെ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ മാറ്റുന്ന ഒരു രീതിയുണ്ട്. അതിനൊന്നും നമുക്ക് വിമർശിക്കാനാകില്ല. സ്വാഭാവികമായിട്ടും സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ എതിർപ്പ് വാങ്ങുന്നത് അത് വളരെ നല്ല രീതിയിലായിരിക്കില്ല പോകും. പക്ഷെ ഇന്നലെ ആ ഒരു പ്രസംഗത്തിന്റെ കൂടെ പറഞ്ഞ ഇവരുടെയൊക്കെ
തൊലിക്കെട്ടിയാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തൊരു തൊലിക്കെട്ടിയാണ് ഇവർക്ക്. കാരണം അന്ന് ചെയ്ത കാര്യങ്ങളും ഇപ്പോൾ സമരത്തിന് ഇറങ്ങുന്നതും സംബന്ധിച്ചാണ് പറഞ്ഞത്. ഇതെന്തൊരു തമാശയാണ്, എന്തൊരു വിരോധാഭാസമാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞതിൽ കാര്യമില്ലാതില്ല. കാരണം അന്ന് നടത്തിയ കാര്യങ്ങളൊക്കെ ഇവരൊന്നുകൂടി ഓർക്കുന്നത് നല്ലതായിരിക്കുമല്ലേ? അല്ല, അവരത് ഓർക്കണം. കാര്യം ഇത്രയും നാൾ കഴിഞ്ഞ സർക്കാർ LDF സർക്കാരിന് സ്തുതി പാടി ഇരുന്ന ആളുകൾക്ക് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം സർക്കാർ, അല്ലെങ്കിൽ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തന്നെ കഴിഞ്ഞ 10 വർഷം നടക്കാത്ത കാര്യങ്ങളെല്ലാം നടക്കണമെന്ന് പറയുന്നത് ശരിയല്ല. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നു. ഇപ്പൊ സെക്രട്ടേറിയറ്റ്, ഉദാഹരണത്തിന് സെക്രട്ടേറിയറ്റ് എടുക്കാം. സെക്രട്ടേറിയറ്റിലെ ഒരു വിഭാഗം ജീവനക്കാർ LDFകാരാണ്. അവരിതുപോലെ സമരം, LDF അനുഭാവികളാണ്. അവരിപ്പോ ഇങ്ങനെ സമരങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അവർ പല രീതിയിൽ സർക്കാരുമായി കൊമ്പ് കോർക്കുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്നു സാധാരണക്കാരായ ജനങ്ങൾക്കാണ്. അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളാണ് അവിടെ നിന്ന് നടപ്പിലാക്കാതെ പോകുന്നത്, അല്ലെങ്കിൽ ഒരു നീക്കുപോക്കും ഉണ്ടാകാതിരിക്കുന്നത് സാധാരണക്കാരുടെ പ്രശ്നങ്ങളാണ്. അപ്പോൾ UDF അനുഭാവമുള്ള അല്ലെങ്കിൽ നിഷ്പക്ഷരായ ഉദ്യോഗസ്ഥരുണ്ടാകുമല്ലോ, അവരെ നിയമിച്ചുകൊണ്ട് മറ്റാളുകൾ മറ്റു സ്ഥലത്തേക്ക് മാറ്റുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത്. കാര്യം ഒരു പുതിയ സർക്കാർ അല്ലെങ്കിൽ ഏത് സർക്കാരിന്റെയും ആവശ്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഹിതമനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ LDF അനുഭാവികളായിട്ടുള്ള ആളുകൾ പുതിയ സർക്കാരുമായി കൊമ്പ് കോർത്ത് സാധാരണക്കാരായ ജനങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാൾ നല്ലത് VD സതീശൻ പറഞ്ഞതുപോലെ അവരെ സ്ഥലം മാറ്റുന്നതായിരിക്കും ജനങ്ങൾക്ക് നല്ലത്. അതെ, ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവരുന്ന് പ്രത്യേകം VD സതീശൻ എടുത്തു പറയുന്നുണ്ട്. കാരണം ഉദ്യോഗസ്ഥർ അവർക്ക് ഇതിനു മുമ്പ് ഒരു ദിവസം ഉണ്ടായ പത്രസമ്മേളനത്തിലും VD സതീശൻ എടുത്തു പറഞ്ഞതാണ്, എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തണമെന്നില്ല. കാരണം നിവേദനങ്ങൾ പലതും ഉദ്യോഗസ്ഥർക്ക് തന്നെ നേരിട്ട് കോമൺ സെൻസ് വെച്ചിട്ട് ചെയ്ത് തീർപ്പ് കൊടുക്കാവുന്നതാണ്. എന്നിട്ടും അത് എല്ലാം നേരിട്ട് മുഖ്യമന്ത്രിയുടെ എത്തിയാലേ കാര്യങ്ങൾ നടക്കും എന്നുള്ളൊരു അവസ്ഥ മാറണം. അതിനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു. അതൊരു നല്ല നീക്കാണെന്ന് പറഞ്ഞു. കാരണം ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ ഈ എത്ര ദിവസം ഇങ്ങനെ സെക്രട്ടേറിയറ്റിൽ പടി കയറി ഇറങ്ങുന്നു എന്നുള്ളത് നമുക്ക് തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാൻ ഉദ്യോഗസ്ഥർക്കാർ ഒന്നുകൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കാവുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ദുരന്തവുമായി ബന്ധപ്പെട്ട് ഞാൻ മീറ്റിംഗ് വിളിച്ചപ്പോൾ MLA-മാരെയും താഴേക്കടയിലുള്ള ഉദ്യോഗസ്ഥരെയും ഞാൻ വിളിച്ചിട്ടില്ല. അതിന്റെ കാരണം അവരെ ഞാൻ അവിടെ നിന്ന് വിളിക്കുകയാണ് എങ്കിൽ അവിടത്തെ അല്ലെങ്കിൽ ക്യാമ്പിന്റെ അടക്കമുള്ള സ്ഥിതിഗതികൾ മാറും. അവിടെ ആള് വേണമെന്നുള്ളത് എല്ലാവർക്കും നിർദ്ദേശിച്ചു കൊടുത്തുള്ള കാര്യങ്ങൾ അവർ ചെയ്യുക തന്നെ വേണം. കളക്ടറുമായി സംസാരിച്ചാൽ മതിയല്ലോ എന്നൊക്കെ പറയുന്നത് ജനങ്ങൾ ബുദ്ധിമുട്ടരുത് എന്ന് കരുതി തന്നെയാണ്. പിന്നെ അത് എത്രത്തോളം ഉദ്യോഗസ്ഥർ നന്നായി കൈകാര്യം ചെയ്യുമെന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട കാര്യം. ക്യാമ്പിൽ പോയതിനെ കുറിച്ചും VD സതീശനെതിരെ ഒരു പോസ്റ്റ് കണ്ടു. എന്താണെന്ന് വെച്ചാൽ ഈ എത്രയാണ് ഇന്ന സ്ഥലത്ത്, അതായത് ദുരിത ബാധിത പ്രദേശം സന്ദർശിക്കാൻ മുഖ്യമന്ത്രി എത്തിയപ്പോൾ 1:20 മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനം എത്തുന്നു. തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിയുടെ 1-ാം നമ്പർ കാർ എത്തുന്നു. ഡോർ തുറക്കുന്നു. സതീശൻ മുഖ്യമന്ത്രി പുറത്തിറങ്ങുന്നു. മുണ്ട് മടക്കി കുത്തുന്നു. കാരണം വെള്ളമുള്ളതാണ്. മുണ്ട് മടക്കി കുത്തുന്നു. നേരെ മുന്നോട്ട് നടക്കുന്നു. പിന്നെ അപ്പോ മറ്റേ അബിൻ വർക്കി MLA ആണല്ലോ അവിടെ ഉണ്ടായിരുന്നത്. അബിൻ വർക്കി പ്രളയബാധിത പ്രദേശങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. അത് മുഖ്യമന്ത്രി ഒന്ന് നോക്കുന്നു, മൊത്തത്തിൽ ചുറ്റിലൊന്ന് നോക്കുന്നു, എന്നിട്ട് ഒന്ന് സങ്കടപ്പെട്ട പോലെ തിരിച്ചു നടക്കുന്നു, ഇങ്ങനെ പോകുന്നു. ഇതാണ് നടത്തിയതെന്നുള്ള ഒരു ആരോപണമൊക്കെയാണ് ഇപ്പൊ ഇറങ്ങുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് വിമർശിക്കാം, ആരോപണങ്ങൾ ഉന്നയിക്കാം. എല്ലാ കാര്യത്തിനും തൊട്ടതിനും പിടിച്ചതിനും വിമർശനങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചാൽ വസ്തുതാപരമായിട്ടുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ സർക്കാരിന് വളരെ എളുപ്പത്തിൽ ഊരിപ്പോകാം. ഇവർക്ക് എന്ത് ചെയ്താലും വിമർശനമാണ്, അല്ലെങ്കിൽ ഇവർ എന്ത് കാര്യത്തിലും ആരോപണം ഉണ്ടാക്കുന്നവരാണ് എന്ന് പറഞ്ഞ് സർക്കാരിന് ഊരിപ്പോകാൻ കൂടിയുള്ള അവസരമാണ് അനാവശ്യ വിമർശനങ്ങളും പരാമർശങ്ങളും നടത്തുന്നത്. അല്ല, നമ്മൾ അവിടെ മുഖ്യമന്ത്രി അവിടെ പോയിട്ട് നടത്തിയ അവിടെ തന്നെ നിന്നുകൊണ്ട്, അതായത് സന്ദർശിച്ചുകൊണ്ട് നടത്തിയ വാർത്താ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണല്ലോ. അവർ ഓരോ കാര്യങ്ങളും പഠിച്ചിട്ട് കൃത്യമായിട്ടാണ് മുഖ്യമന്ത്രി സംസാരിച്ചിരിക്കുന്നത്. അതിൽ തന്നെ മനസ്സിലാകും മുഖ്യമന്ത്രി ആ സംഭവ പ്രളയബാധത്തെ അത്ര ദുരന്തത്തെ കുറിച്ച് എത്ര അറിവുണ്ട്, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള കൃത്യമായ അറിവുണ്ട്. ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത ആരോപണങ്ങളും ഇതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ VD സതീശന് മൈലേജ് കൂട്ടു തന്നെയാണ് ചെയ്യാന്ന് എനിക്ക് തോന്നുന്നത്. അതിപ്പോ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിനനുസരിച്ച്, അത് VD സതീശനെ എന്നല്ല ആരെയായാലും അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിനനുസരിച്ച്, ശത്രുപക്ഷത്തു നിന്ന് ട്രോളുകളും പോസ്റ്റുകളും ഉണ്ടാകുന്നതിനനുസരിച്ച് അവർ ശക്തരായി വരും. അവർക്കുള്ള ജനപിന്തുണ കൂടുക തന്നെ ചെയ്യും. അല്ലാതെ ഇപ്പം VD സതീശന് വേണ്ടി കോൺഗ്രസിലെ കുറെ ഗ്രൂപ്പുകൾ, പേജുകളൊക്കെ VD സതീശന് വേണ്ടി സംസാരിക്കുന്നതും അല്ലെങ്കിൽ 100 പോസ്റ്റുകൾ ഇടുന്നതിന് സമമാണ് CPM VD സതീശനെതിരെ ഒരു പോസ്റ്റ് ഇട്ടാൽ അത് VD സതീശന് ഗുണകരമായി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.